ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റ് എയർ ഡ്രോപ്പിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അവരുടെ ബോട്ടിൻ്റെ ഉള്ളിൽ പുതിയ കുറച്ച് ടാസ്കുകൾ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു മിനി ഗെയിം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കതിൽ കുറച്ച് സ്കിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ എയർ ഡ്രോപ്പ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ റോഡ് മാപ്പ് അനുസരിച്ച് ഈ ജൂലൈ മാസമായിരുന്നു. ഇപ്പം ഇനി ജൂലൈ മാസം കഴിയാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുവരേക്കും എയർ ഡ്രോപ്പ് അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ ടോക്കൺ ജനറേഷൻ ഇവൻറ്റിനെ കുറിച്ചോ ഒന്നും യാതൊരുവിധ അപ്ഡേറ്റും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരുടെ ഗെയിമിൽ ഇവർ കുറച്ച് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് വളരെ വെറുപ്പിക്കലായിട്ടാണ് തോന്നുന്നത്. എസ്പെഷ്യലി ഇപ്പോഴത്തെ മിനി ഗെയിമും കാര്യങ്ങളൊക്കെ 30 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് ചെറിയ രീതിയിലൊരു ചടങ്ങാണ് അത് ചെയ്ത് തീർക്കാനായിട്ട്. അതുപോലെ തന്നെ 30 സെക്കൻഡിനുള്ളിൽ നിങ്ങളത് ചെയ്ത് തീർത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ട്രൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പേഴ്സണലി എനിക്ക് ഇവരുടെ ഈ ഒരു പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ ആളുകൾ വെറുത്ത് ടാസ്കുകളൊന്നും ചെയ്യാതെ കുറേയധികം ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റ് ആകാനും ഒരു സാധ്യതയുണ്ട് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് ടീമിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം നമുക്ക് സമയം വൈകിക്കാതെ തീർച്ചയായിട്ടും ഇവരുടെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് സംസാരിക്കാം. തീർച്ചയായിട്ടും ഈ അപ്ഡേറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മറക്കാതിരിക്കുക. ഹാംസ്റ്റർ കോമ്പാറ്റ് ബോട്ട് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഡെയിലി റിവാർഡ്, ഡെയിലി സൈഫർ, അതുപോലെ തന്നെ ഡെയിലി കോംബോയ്ക്ക് പുറമെ മിനി ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ചെറുതായിട്ടൊരു പസിൽ പോലുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്ത് ഒരു കീ അൺലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ കുറേ അധികം പുതിയ സ്കിൻസ് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ നമുക്ക് ഓരോ സ്കിന്നും ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് കയ്യിലുള്ള പോയിന്റ്സ് കൊടുത്ത് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇതുവരെ അൺലോക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയും എമൗണ്ട് ഓഫ് അവതാർസ് ആണ്. നിങ്ങളുടെ കയ്യിൽ പോയിന്റ്സ് ഉള്ള അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ പുതിയ അവതാർസും കാര്യങ്ങളൊക്കെ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു അവതാറിന് എന്താണ് സ്പെഷ്യാലിറ്റി, അതുപോലെ തന്നെ ഈ ഒരു അവതാർ അൺലോക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എയർ ഡ്രോപ്പ് കൂടുതൽ കിട്ടുമോ എന്നൊന്നും ഇതുവരേക്കും യാതൊരുവിധ അപ്ഡേറ്റും നമുക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ്സ് അനുസരിച്ച് നിങ്ങളെ കൊണ്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്ര അവതാർസും കാര്യങ്ങളൊക്കെ അൺലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു അവതാർ വേണമെങ്കിൽ നമ്മുടെ ആ ഒരു ടാപ്പ് ചെയ്യുന്ന ഇൻ്റർഫേസിൽ സെലക്ട് ചെയ്ത് വെക്കാനായിട്ടും പറ്റുന്നതായിരിക്കും. അപ്പം ഹാംസ്റ്റർ കോമ്പാറ്റിൽ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലൊന്ന് നമുക്ക് പുതിയ സ്കിൻസ് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ സ്കിന്നും കൊണ്ട് എന്താണ് ഉപകാരം എന്ന് ഇതുവരേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഒരു പക്ഷേ എയർ ഡ്രോപ്പ് വരുമ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ക്രൈറ്റീരിയ ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സ്കിൻസ് അൺലോക്ക് ചെയ്യാം. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തൊരു മിനി ഗെയിമാണ്. ഇതിനകത്തൊരു കീ ഉണ്ടാവും. ആ ഒരു കീ നമ്മൾ കുറേ തടസ്സങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രൈ തന്നെ ഇവിടെ തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ ടൈമർ കാണുന്നത്. എനിക്കിനി 1.5 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി എങ്ങനെയാണ് ഇന്നത്തെ ഒരു പസിൽ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നോക്കി നിങ്ങൾ ചെയ്യാം. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ ഇത് ചെയ്ത് തീർക്കണം. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ നമുക്ക് വീണ്ടും 1.5 മണിക്കൂറിന് ശേഷമേ അടുത്ത ട്രൈ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഇടാം. നിങ്ങൾ മാക്സിമം ഇത് നോക്കി ശ്രദ്ധയോടെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, ഈ 2 അപ്ഡേറ്റുകളാണ് നമുക്കിപ്പം ഹാംസ്റ്റർ കോമ്പാറ്റിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെയധികം ബോറിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയേനെ. ജൂലൈ മാസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തീരാനായി. ഈ മാസം എയർ ഡ്രോപ്പ് അനൗൺസ്മെൻറ്റ് ഉണ്ടാവുമോ, അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഉണ്ടാവുമോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.